Okay, right. Now we have completed educational institution. Next we have to discuss very important point, export. എക്സ്പോർട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് സെപ്പറേറ്റ് ആയിട്ടും എക്സ്പോർട്ട് ഓഫ് സർവീസ് സെപ്പറേറ്റ് ആയിട്ടും ഡിസ്കസ് ചെയ്യാം. അപ്പൊ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എത്രയാണ് വാറ്റ് പെർസെന്റേജ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, see before going to VAT rate, export we have to segregate into two, direct export and indirect export. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പോർട്ട് ഓഫ് ഗൂഡ്സ് ആണ്. എക്സ്പോർട്ട്സ് ഓഫ് ഗൂഡ്സില് ഡയറക്റ്റ് എക്സ്പോർട്ടും ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടും ഉണ്ട്. ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പോർട്ടിന്റെ ട്രാൻസ്പോർട്ടേഷൻ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക സപ്ലയറിനായിരിക്കും. ഫോർ എക്സാമ്പിൾ UAE-യിലുള്ള നമ്മുടെ ഒരു ഗുഡ്സ് USA-ക്ക് സെൻഡ് ചെയ്യാണ്. ഓക്കെ, ആ ഗുഡ്സ് UAE-യിൽ നിന്നും US-ലുള്ള നമ്മുടെ ക്ലയന്റിന്റെ ആ പ്ലേസിലോട്ട് എത്തുന്നത് വരെയുള്ള ഹോൾ റെസ്പോൺസിബിലിറ്റി ഉള്ളത് സപ്ലയറിനാണ്. UAE-യിലുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയും. എന്താ പറയുന്നത്, അതിന്റെ സപ്ലയർക്കായിരിക്കും ആ ഗുഡ്സ് ക്ലയന്റിന്റെ റെസിപ്പിയന്റിന്റെ അടുത്ത് എത്തുന്നത് വരെയുള്ള ഹോൾ റെസ്പോൺസിബിലിറ്റി എന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പോർട്ട് ആണ്. ഓക്കെ, ആർക്കാണ് റെസ്പോൺസിബിലിറ്റി എന്നാണ് നോക്കേണ്ടത്. സപ്ലയറിനാണ് ഗുഡ്സ് അവിടെ എത്തിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പോർട്ടും. അപ്പൊ എന്തായിരിക്കും ഇൻഡയറക്റ്റ് എക്സ്പെൻസ്? ഓവർസീസ് കസ്റ്റമർ, അതായത് കസ്റ്റമർ നിൽക്കുന്നത് ഔട്ട്സൈഡ് ദി UAE ആണ്. ഈ കസ്റ്റമറിനാണ് ഗുഡ്സ് അവിടെ എത്തിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ കസ്റ്റമർ അറേഞ്ച് ചെയ്യുന്ന ഏജന്റ് ആണ് ഗുഡ്സ് അവിടെ എത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടും ആണ്. Okay, overseas customer is responsible for arranging collection of goods from the supplier in the state or who export the goods himself or is appointed an agent to do so on his behalf. Customer ആണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. മേ ബി കസ്റ്റമർ himself or he appoints another agent to do the export. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമർ അടുത്ത് എത്തുന്നത് വരെയുള്ള റെസ്പോൺസിബിലിറ്റി കിടക്കുന്നത് സപ്ലയറിനും. ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി കസ്റ്റമർ അടുത്ത് വരുന്നവരെയുള്ള റെസ്പോൺസിബിലിറ്റി കിടക്കുന്നത് ഓവർസീസ് കസ്റ്റമറിനും ആയിരിക്കണം. അതാണ് ഡയറക്റ്റ് എക്സ്പോർട്ടും ഇൻഡയറക്റ്റ് എക്സ്പോർട്ടും. എന്തിനാണ് നമ്മൾ ഈ ഡയറക്റ്റ് എക്സ്പോർട്ടും ഇൻഡയറക്റ്റ് എക്സ്പോർട്ടും ഡിസ്കസ് ചെയ്യുന്നത്? ഇതിന്റെ ബേസിലാണ് നമ്മൾ പ്രൊവിഷൻസ് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത് നോൺ ഇംപ്ലിമെന്റിംഗ് കൺട്രീസ് കാണുന്ന നോക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ് ഇംപ്ലിമെന്റിംഗ് കൺട്രീസ്, ഏതാണ് നോൺ ഇംപ്ലിമെന്റിംഗ് കൺട്രീസ്. വാറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാത്ത കൺട്രീസ്, ഇതുവരെ വാറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാത്ത കൺട്രീസിനാണ് നമ്മൾ നോൺ ഇംപ്ലിമെന്റിംഗ് കൺട്രി എന്ന് പറയാം. ഓക്കെ, നോൺ ഇംപ്ലിമെന്റിംഗ് കൺട്രീസ്ക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് 0 റേറ്റഡ് ആയിരിക്കും. അതിന്റെ വാറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 0 റേറ്റഡ് ആയിരിക്കും ഡയറക്റ്റ് എക്സ്പോർട്ട്. പക്ഷെ അതിന് കണ്ടീഷൻസ് ഉണ്ട്. 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പോർട്ട് ടു നോൺ ഇംപ്ലിമെന്റിംഗ് കൺട്രീസ് കാണുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 0 റേറ്റഡ് ആയിരിക്കും. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഗുഡ്സ് ഷുഡ് ബി ഫിസിക്കലി എക്സ്പോർട്ടഡ് ടു ഔട്ട്സൈഡ് ദി implementing state or put to the custom suspension regime within 90 days from the date of supply. നമ്മൾ സപ്ലൈ ചെയ്തു, അവിടുന്ന് 90 ഡേയ്സിന്റെ ഉള്ളിൽ ഈ ഗുഡ്സ് എന്തായിരിക്കണം? അതിർത്തി കടത്തിരിക്കണം. ഫിസിക്കലി ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്തിരിക്കണം UAE-ന്ന്. ഓക്കെ, ദെൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഗുഡ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കസ്റ്റം സസ്പെൻഷനിലായിരിക്കണം, കസ്റ്റംസിൽ എത്തിയിരിക്കണം ഗുഡ്സ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 0 റേറ്റഡ് സപ്ലൈ എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇതിന് എന്തുണ്ടായിരിക്കണം? ഒഫീഷ്യൽ ഓർ കൊമേഴ്ഷ്യൽ എവിഡൻസ് ഓഫ് എക്സ്പോർട്ട് ഷുഡ് ബി റീറ്റെയിൻഡ് ബൈ ദി എക്സ്പോർട്ടർ. എക്സ്പോർട്ടർ അടുത്ത് ഇത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാനുള്ള എവിഡൻസ് ഉണ്ടായിരിക്കണം. അത് നോർമൽ ആയിട്ടുള്ള കസ്റ്റംസ് എവിഡൻസ് റിപ്പോർട്ട്സ് നമ്മളെ അടുത്തുണ്ടായിരിക്കും നോർമൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനായിരിക്കും ഇങ്ങനെ റെഗുലേഷൻസ് വെച്ചത്? ഇല്ലെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് അല്ലെ, ഈ 5% വാറ്റ് കൊടുക്കാൻ എല്ലാവർക്കും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുമോ? ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോ ഈ അവരെല്ലാരും എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്?
വാറ്റ് 5% 0% ആയിട്ട് എക്സ്പോർട്ട് ചെയ്തതായിട്ട് ചുമ്മാ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കണ്ടീഷൻസ് വെക്കുന്നത്. ഡേറ്റ് ഓഫ് സപ്ലൈ കഴിഞ്ഞിട്ട് 90 ഡേയ്സിന്റെ ഉള്ളിൽ ഗുഡ്സ് എന്തായിരിക്കണം, പുറത്ത് UAE പുറത്ത് എത്തിയിരിക്കണം. ദെൻ അതിന്റെ എവിഡൻസ് കയ്യിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, സീറോ റേറ്റഡ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആണ് നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡയറക്റ്റ് എക്സ്പോർട്ടിന്റെ കേസാണ്. ഇനി ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് സെൻഡ് ചെയ്യുന്നത് നോൺ ഇംപ്ലിമെന്റിംഗ് കൺട്രീസൊക്കെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സീറോ റേറ്റഡ് ആയിരിക്കും. പക്ഷെ കണ്ടീഷൻസ് 4 കണ്ടീഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ 2 കണ്ടീഷൻസ് പ്ലസ് 2 കണ്ടീഷൻസ് കൂടെ ഉണ്ട്. ഓക്കെ, ഒന്നെന്തായിരിക്കണം, ഡേറ്റ് ഓഫ് സപ്ലൈന്റെ അവിടെ നിന്ന് 90 ഡേയ്സിന്റെ ഉള്ളിൽ ഗുഡ്സ് എന്തായിരിക്കണം, എക്സ്പോർട്ട് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഒഫീഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ എവിഡൻസ് ഉണ്ടായിരിക്കണം. ദെൻ എന്തായിരിക്കണം, ഗുഡ്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഓർ ആൾട്ടേർഡ് ഇൻ ദി ടൈം ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് എക്സ്പോർട്ടഡ് ഓർ കസ്റ്റം സസ്പെൻഷൻ. പ്രിപ്പയർ ദി ഗുഡ്സ് എക്സ്പോർട്ട് സസ്പെൻഷൻ. എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വരുന്ന ടൈം ഉണ്ടല്ലോ, അതിലൊന്നും ഉണ്ടാവാൻ പാടില്ല, ഗുഡ്സിൽ ഒരു ചേഞ്ചസും വരുത്താന് പാടില്ല. ഓക്കെ, നമ്മൾ ഇവിടുന്ന് എന്താണോ എക്സ്പോർട്ട് ചെയ്യുന്നത്, സപ്ലൈ നിന്ന് എന്താണോ പോകുന്നത്, അത് അതേപോലെ തന്നെ എന്ത് ചെയ്തിരിക്കണം, എക്സ്പോർട്ട് ചെയ്തിരിക്കണം. അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ചസ് വരാന് പാടില്ല. ഡു നോട്ട്, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്ന ഒരു കണ്ടീഷൻ ആണ്, ഗുഡ്സ് ഡു നോട്ട് ലീവ് ദി സ്റ്റേറ്റ് ഇൻ ദി പൊസിഷൻ ഓഫ് ദി പാസഞ്ചർ ഓർ ആൻ എയർക്രാഫ്റ്റ് ഓർ ഷിപ്പ് ക്രൂ മെമ്പർ. എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു സാധനങ്ങളൊക്കെ ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഒരു സാധനം UAE ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നമുക്ക് ഇവിടെ ഇപ്പൊ ഐഫോണൊക്കെ എടുക്കാം. ഓക്കെ, ആപ്പിളിന്റെ ഫോണിനൊക്കെ അവിടെ എന്തുണ്ട്, റേറ്റ് കുറവുണ്ട് അല്ലെ. നോർമലി പല കൺട്രീസിൽ UAE നമ്മൾ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ചില സാധനത്തിന് UAE റേറ്റ് കുറവാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ അവിടുന്ന് ആരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ അവരോട് എടുത്തിട്ട് വരാൻ പറയും. ആ മോഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. ഒഫീഷ്യൽ ചാനൽ ത്രൂ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഗുഡ്സ് സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഫ്ലൈറ്റില് ക്രൂ മെമ്പർ ആണ് എന്ന് വെച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ ഷിപ്പിൽ ക്രൂ മെമ്പർ ആണ്, അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് ആണ് എന്ന് വെച്ചോളൂ. നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്യാണ്, അവര് ത്രൂ ഗുഡ്സ് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാണ്. പറ്റുമോ? പറ്റില്ല. അപ്പൊ സീറോ റേറ്റഡിൽ വരില്ല ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിന്റെ കേസ്. ഓക്കെ, ക്ലിയർ, നത്തിങ് ടു കൺഫ്യൂസ്. ഓക്കെ, ഒന്നുമില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് 2 ടൈപ്പ് എക്സ്പോർട്ട് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പോർട്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലയർ ആയിരിക്കും ഗുഡ്സ് റെസിപ്പിയന്റ് അടുത്ത് എത്തുന്നത് വരെയുള്ള റെസ്പോൺസിബിലിറ്റി. ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർസീസ് കസ്റ്റമർ ആയിരിക്കും. ഓവർസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള UAEക്ക് പുറത്തുള്ള കസ്റ്റമർ ആയിരിക്കും അത് എക്സ്പോർട്ട് ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി. ഇനി നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് എക്സ്പോർട്ട് വാറ്റ് ഇല്ലാത്ത കൺട്രീസിക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് സീറോ റേറ്റഡ് ആയിരിക്കും. ഇനി സീറോ റേറ്റഡ് ആവാനുള്ള കണ്ടീഷൻസ് ഉണ്ട്. 2 കണ്ടീഷൻ. ഒന്ന്, ഡേറ്റ് ഓഫ് സപ്ലൈന്റെ അവിടുന്ന് 90 ഡേയ്സ് കൊണ്ട് ഗുഡ്സ് എന്തായിരിക്കണം, എക്സ്പോർട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കസ്റ്റം സസ്പെൻഷനിൽ എത്തുമെങ്കിലും വേണം. ഓക്കെ, രണ്ടാമത് എന്തായിരിക്കണം, ഒഫീഷ്യൽ ഓർ കൊമേഴ്ഷ്യൽ എവിഡൻസ് എക്സ്പോർട്ടറുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എക്സ്പോർട്ടിന്റെ കേസ് പറഞ്ഞു. ഇനി ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ അത് നോൺ ഇംപ്ലിമെന്റിംഗ് സ്റ്റേറ്റിക്കാണ്, വാറ്റ് ഇല്ലാത്ത കൺട്രീസൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവിടെയും സീറോ റേറ്റഡ് ആവും. പക്ഷെ കണ്ടീഷൻസ് 4 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ടെമ്പററി ആയിട്ടുള്ള കണ്ടീഷൻ 90 ഡേയ്സിന്റെ ഉള്ളിൽ ഗുഡ്സ് പുറത്തെത്തിയിരിക്കണം, ഒഫീഷ്യൽ എവിഡൻസ് ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്നത് പിന്നെ എക്സ്ട്രാ 2 കണ്ടീഷൻസ് കൂടെ ഉണ്ട്. എന്തായിരിക്കണം, നോട്ട് ബി ആൾട്ടർ, ഈ മൂവ് ചെയ്യുന്നതിന്റെ ഇടക്ക് ഗുഡ്സ് എന്ത് ചെയ്യാൻ പാടില്ല, ആൾട്ടർ ചെയ്യാന് പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഒഫീഷ്യൽ ചാനലിലൂടെ മാത്രമായിരിക്കണം ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാന് സ്പെഷ്യൽ പോയിന്റ്സ് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 90 ഡേയ്സിന്റെ ഉള്ളിൽ ഗുഡ്സ് പുറത്തെത്തിക്കണം എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ചില സിറ്റുവേഷനിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഈ 90 ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, 90 ഡേയ്സ് അല്ല, അതിനേക്കാൾ കൂടുതൽ ടൈം കൊടുക്കും. അത് ഒന്ന് കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സപ്ലയറുടെയും
റെസിപ്പിയന്റിന്റെയും റീസൺ കൊണ്ടല്ലാണ്ട് വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ പറയാ, സാധനം ഇവിടുന്ന് ഷിപ്പ് ചെയ്തു, ഓക്കെ, സാധനം ഇവിടുന്ന് പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ എത്തുന്നതിന് മുന്നേ ഒരു വാർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, സാധനങ്ങളൊന്നും പോകുന്നില്ല, എക്സ്പോർട്ട് ആവുന്നില്ല. ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, 90 days എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും, കൂടുതൽ ഡേറ്റ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നാച്ചർ ഓഫ് സപ്ലൈ, ഇപ്പൊ ഈ സെൻഡ് ചെയ്യുന്നത് ചിലപ്പം വല്ല ആനിമൽസോ അങ്ങനെ ഐറ്റംസ്, അങ്ങനെയുള്ള ഐറ്റംസ് ആണെന്ന് വെക്കുക, ഓക്കെ. പക്ഷെ ഇതിന് കുറെ ടൈം എടുക്കും അവിടെ എത്തിക്കാനും വേണ്ടിയിട്ട്. നമ്മൾ വിചാരിച്ച പോലെ 90 days കൊണ്ടൊന്നും ചിലപ്പോൾ റോഡ് ട്രാൻസ്പോർട്ട് ത്രൂ അവിടെ എത്തണം എന്നില്ല, ഓക്കെ. നമുക്ക് ആകെപ്പാടെ കൊണ്ടുപോകാൻ പറ്റുന്ന ത്രൂ ട്രക്കാണ്. പക്ഷെ ഈ ഒരു ഐറ്റത്തിന്റെ ഒരു ഇത് വെച്ചിട്ട്, നാച്ചർ വെച്ചിട്ട് നമുക്ക് 90 days കൊണ്ട് അവിടെ എത്തിക്കാൻ പറ്റില്ല എന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്തിരിക്കും, 90 days എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും, ഓക്കെ. ഇനി സപ്പോസ് ഒരാൾക്ക് എക്സ്പോർട്ട് തന്നെയാണ്, പക്ഷെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 90 daysന്റെ ഉള്ളില് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും, വാറ്റ് ചാർജ് ചെയ്യേണ്ടി വരും അതിന് മേലെ. എക്സ്പോർട്ട് ആണ്, പക്ഷെ 90 daysന്റെ ഉള്ളിൽ എന്ത് ചെയ്തില്ല, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, വാറ്റ് ചാർജ് ചെയ്യേണ്ടി വരും. പിന്നീട് അവരെന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വീണ്ടും ക്ലെയിം ചെയ്യാം, നോ ഇഷ്യൂ, ഓക്കെ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരുന്നു എന്തൊക്കെയാണ് ഒഫീഷ്യൽ എവിഡൻസ് വേണമെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഓക്കെ. ഡയറക്റ്റ് എക്സ്പോർട്ട് ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആയിക്കോട്ടെ, സീറോ റേറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എന്ത് വേണം, ഒഫീഷ്യൽ എവിഡൻസ് വേണം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എവിഡൻസ് വേണം എന്ന് പറഞ്ഞില്ലേ. എന്തൊക്കെയാണ് ഈ ഒഫീഷ്യൽ എവിഡൻസിൽ വരുന്നത്, എക്സ്പോർട്ട് ഡോക്യുമെന്റ്സ്, ഓക്കെ, ബൈ ലോക്കൽ എമിറേറ്റ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്പോർട്ട് ഡോക്യുമെന്റ്സ്. ദെൻ കൊമേഴ്ഷ്യൽ എവിഡൻസിൽ വരുന്നതാണ് എയർവേ ബിൽ ഓഫ് ലാഡിംഗ്, കൺസൈൻമെന്റ് നോട്ട് എക്സെട്ര. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതോറിറ്റി മേ സ്പെസിഫൈ ആൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് എവിഡൻസ് അക്കോർഡിംഗ് ടു ദി നാച്ചർ ഓഫ് എക്സ്പോർട്ട്. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതല്ലാണ്ട് മറ്റു എവിഡൻസുകളും സ്പെസിഫൈ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതുകൂടെ വരും, ഓക്കെ. ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സിന്റെ കേസ് ആണ്, ഓക്കെ. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് എക്സ്പോർട്ട് ഉണ്ട്, ഇതെങ്ങനെയാന്നുള്ളത് ഡിസ്കസ് ചെയ്തു, ഓക്കെ. ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സ്പോർട്ട് ഓഫ് സർവീസ് ആണ്, ഓക്കെ. എക്സ്പോർട്ട് ഓഫ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ ദ സർവീസസ് ആർ സപ്ലൈഡ് ടു എ പേഴ്സൺ who does not have a place of residence in the implementing state and who is outside the state at the time of service are performed. ഇനി എക്സ്പോർട്ട് ഓഫ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഉണ്ട്. ഒരാള് UAE-യിലുള്ള ഒരാള് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാണ് UAE-ക്ക് പുറത്തുള്ള ആൾക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ആണ് എന്ത്, അയാൾക്ക് എന്തുണ്ടാവാൻ പാടില്ല, പ്ലേസ് ഓഫ് റെസിഡൻസ് UAE-യിൽ ഉണ്ടാവാന് പാടില്ല, ഓക്കെ. അപ്പൊ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈമില് അയാൾ എന്തായിരിക്കണം, ഔട്ട്സൈഡ് ദി UAE ആയിരിക്കും വേണം. എന്താ പറയുന്നത്, രണ്ട് കണ്ടീഷൻ. ഒന്ന്, അയാൾക്ക് ഒരു റെസിഡൻസ് UAE-യിൽ ഉണ്ടാവാനും പാടില്ല, എന്തായിരിക്കണം, അയാള് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിൽ UAE-ന്റെ പുറത്തും ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ, എക്സ്പോർട്ട് ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ, UAE-യിലുള്ള ഒരു കമ്പനി ഓഡിറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്, ഇന്ത്യൻ കമ്പനിയുടെ ഓഡിറ്റ് UAE-യിലുള്ള കമ്പനി പ്രൊവൈഡ് ചെയ്യാണ്, ഓക്കെ. ഈ കമ്പനിക്ക് UAE-യിൽ ഇന്ത്യൻ കമ്പനിക്ക് UAE-യിൽ ബ്രാഞ്ച് ഓഫീസ് ഉണ്ടാവാൻ പാടില്ല. ആർക്കാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അയാൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിൽ UAE-യിൽ ഉണ്ടാവാനും പാടില്ല. എന്നാൽ മാത്രമേ നമ്മൾ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ, എക്സ്പോർട്ട് ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ, ഓക്കെ. ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. സോ വി ഹാവ് ഡിസ്കസ്ഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് സർവീസ്. എന്തുകൊണ്ടായിരിക്കും എക്സ്പോർട്ടിന് 0% ഇടാനുള്ള കാരണം? ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ അവർ എക്സ്പോർട്ടിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശ നാണ്യം, ഓക്കെ, ദാറ്റ് മീൻസ് ഫോറിൻ കറൻസി ഇൻഫ്ലോ ഉണ്ടാവും. ഏതൊരു കൺട്രി എപ്പോഴാണ് ഡെവലപ്പ് ആവുക, അവർക്ക് ഫോറിൻ മണി വരുമ്പോ ആണ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതിനെ പ്രൊമോട്ട് ചെയ്യാനായിരിക്കും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടാവുക, ട്രൈ ചെയ്യുന്നുണ്ടാവുക, ഓക്കെ. Hope you all are clear.